ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവവ്യാപകമായ ജീവശക്തി എന്ന നിലയിൽ പ്രാണൻ ഒന്നേയുള്ളൂ. അതും നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രാണാപാന സമാന വ്യാന ഉദാനൻ എന്ന് വേർതിരിക്കപ്പെട്ടതാണ്. ആ വേർതിരിക്കപ്പെട്ടതിലെ ധർമ്മം ഒക്കെ പറയപ്പെടുന്നുള്ളൂ. വാസ്തവത്തിൽ ഈ പലതായിട്ട് പ്രചരിക്കുന്ന പലതായിട്ട് കാണപ്പെടുന്നതൊക്കെ ഒരു ശക്തിയുടെ വിവിധ ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കിച്ചു. അങ്ങനെ ആ ഒന്നാണെന്ന് മനസ്സിലാക്കിയതിനെ ഒരു പരമമായ ഒരു തലത്തിലേക്ക് ഘടിപ്പിച്ചു. അങ്ങനെ മനസ്സിലാക്കിച്ചു തരികയാണ് ചെയ്യുന്നത്. മുമ്പ് വിസ്തരിക്കപ്പെട്ട സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാകുന്ന സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് കാരണമായതുകൊണ്ട് കാരണശരീരം എന്നാണ് അതിന് പേർ വന്നത്. കാരണശരീരം എന്താണ് എന്ന ചോദ്യത്തിന് പറയുകയാണ്. ഇപ്പോൾ പ്രാണമയകോശം എന്താന്ന് പഠിച്ചു, മനോമയകോശം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയുന്നു? കാരണം, സ്ഥൂലം സൂക്ഷ്മം കാരണം. സ്ഥൂലം എന്തെന്ന് പറഞ്ഞു, സ്ഥൂലത്തിനെ നിർവചിച്ചു. സൂക്ഷ്മം എന്തെന്ന് പറഞ്ഞു, അത് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് കാരണം എന്ന് പറയുന്നത് ഇതിനൊക്കെ കാരണമായതുകൊണ്ട്, അല്ലാതെ പരം കാരണമായതുകൊണ്ടൊന്നുമല്ല. പരം കാരണത്തിന് കാരണം ചിന്തിക്കാൻ പറ്റില്ല. അത് കാരണം എന്ന് പറയാൻ പറ്റില്ല അതിന്. ഇവിടെ കാരണം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും കാരണമായതുകൊണ്ട് ഏത് കാരണോപാധി എന്ന് പറയുന്നു. കാരണമായ ഉപാധി അതാണ് ഏത് ആനന്ദമയ കോശം. ആനന്ദം, അവിടെ കോശമുണ്ട്, ആവരണമുണ്ട്. കോശം എന്ന് പറഞ്ഞാൽ ആവരണം അഥവാ ഉറ എന്നൊക്കെ അർത്ഥം. ശരീരം എന്ന് പറയുമ്പോൾ രാഗദ്വേഷാദികളോടും അഭിമാനത്തോടും കൂടിയ സർവ്വസാധാരണമായി കാണുന്ന, അതായത് ഇന്ദ്രിയങ്ങളിൽ ഏതുണ്ട്? ഈ ഇതൊക്കെ ഉണ്ട്. ഏത്? അഭിമാനമുണ്ട് ഇന്ദ്രിയങ്ങളിലല്ലേ. ഞാനെന്ന് അഭിമാനിക്കുന്നത് ഈ സംഘാതത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ഞാൻ ആരെന്നറിഞ്ഞാൽ വാസ്തവം വസ്തുസത്ത യാതൊന്നിനുണ്ടോ അത് വാസ്തവം. ആ വാസ്തവത്തെ അറിയാത്തത് കൊണ്ടാണ് ഏത് ശരിക്കും ഒന്നേ ഉള്ളൂ പതിൽ പറയാൻ. സുഖദുഃഖ മാനാപമാന നിന്ദാസ്തുതികൾക്ക് കാരണമായിരിക്കുന്നത് അനിത്യമായതിൽ നിത്യത്വ ബുദ്ധിയും നിത്യമായതിൽ അനിത്യത്വ ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ്. അത് ഇനി എന്തു വേണം? തിരിച്ചറിയണം. അനിത്യമായത് അനിത്യമാണെന്നും നിത്യമായത് നിത്യമാണെന്നും തിരിച്ചറിയണം. ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും അറിഞ്ഞു. ഇനി എന്ത് വേണം? ഇരുട്ടിനെ ഇരുട്ടെന്നും വെളിച്ചത്തെ വെളിച്ചമെന്നും അറിയണം. ഇത്രയേ ഉള്ളൂ. അത് എന്ത് പേരിട്ട് വിളിച്ചാലും, നീ വിദ്യ എന്ന് വിളിച്ചോളൂ, അവിദ്യ എന്ന് വിളിച്ചോളൂ, എന്ത് വിളിച്ചാലും. അപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കലാണ് ഏത് ഇനി വേണ്ടത്. ആർക്കും അറിയിക്കാൻ പറ്റില്ല, പിന്നെ എന്തേ പറ്റൂ? അതെ, ആ അനുഭവം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം കാരണത്തെ, അതിന് ഈ കാര്യകാരണ സംഘാതത്തെ മൊത്തം നീക്കിയവനെയും കൂടി നീക്കി കഴിഞ്ഞാൽ, നീക്കിയിട്ട് ബാക്കി ഞാൻ ശേഷിച്ചാൽ അത് വലിയൊരു കനായി മാറും. അവിടെ പ്രശ്നം അല്ലേ? വലിയൊരു തലക്കനായി മാറും. അപ്പൊ അതും കൂടി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനെയും നീക്കി ഇതിനെ നീക്കാൻ ഒരു അല്ലേ ഒരു ഞാനില്ല അവിടെ. അവിടെ ഒരു ഞാനുണ്ടെങ്കിൽ അതും ഏതാണ്? കേവലനായ ഞാനല്ല. കേവല ശബ്ദം കലർപ്പില്ലാത്തത് എന്നർത്ഥം. അതും കലർപ്പോടത്ത ഞാനാണ്. കേവലനായ അല്ലേ ഞാനല്ല അത്. ആരാ കേവലൻ? കലർപ്പില്ലാത്ത. അവിടെ ഞാനെന്ന് പറയാൻ പറ്റുമോ? അവിടെ വ്യവഹരിക്കുന്നില്ല, എന്നാലും ഉണ്ട്. എന്നിട്ട് പിന്നെ അതിനെ കൂടുതൽ ഉറപ്പിച്ചു കൊണ്ടുവരിക.
വപുസ്തുഷാദിവികോശൈരുക്തം യുക്ത്യവഗാതഃ ആത്മാനമാന്തരം ശുദ്ധം വിവിശ്യാത് തണ്ഡുലം യഥാ. അത് പറഞ്ഞു. ഇതിനെ മറ്റൊരു പ്രകാരത്തിൽ പറയുന്നതാണ് ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തൽപരഃ പലാലനിവധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥമശേഷതഃ. ഇതൊക്കെ പഠിച്ചിട്ട്, അവിടെ ഗ്രന്ഥത്തെയാണ് പറഞ്ഞത്, ഗ്രന്ഥത്തെ നല്ലതുപോലെ പഠിച്ചിട്ട് എന്ത് വേണം? ഗ്രന്ഥം അഭ്യസ്യ മേധാവി, അഭ്യസിച്ചിട്ട് നല്ലോണം പഠിക്കണം. വേണ്ടാന്ന് പറഞ്ഞില്ല, ഇതൊന്നും പഠിക്കേണ്ടെന്നല്ല, പഠിച്ചിട്ട് പിന്നെന്ത് വേണം? മേധാവിയായി തീരണം. മേധാ എന്താണ്? ഗ്രഹണ ധാരണാശക്തി. മേധാ ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള കഴിവാണ്. അതുണ്ടായി കഴിഞ്ഞാൽ എന്ത് വേണം? വിജ്ഞാനിയാവണമെങ്കിൽ, ജ്ഞാനം വിജ്ഞാനം എന്ന് എവിടെ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെ ജ്ഞാനം എന്നുള്ളത് ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും നമ്മൾ അറിഞ്ഞത്, നമ്മളിൽ നിന്ന് അന്യമായി നേടിയതെല്ലാം, ആ അറിവൊക്കെ ജ്ഞാനം. എവിടെയാണോ ജ്ഞാനം വിജ്ഞാനം എന്ന് എടുത്തു പറഞ്ഞത് അവിടെ വിജ്ഞാനം എന്നുള്ളത് അനുഭവിക ജ്ഞാനം, സ്വാനുഭവം. സ്വാനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ പഠിച്ച് തന്റെ ഭാഗമായി തീർന്നാൽ പിന്നെന്ത് വേണം? പലാലം ഇവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥമശേഷത. അരി ആവശ്യമുള്ളവൻ നെല്ല് സ്വീകരിച്ച് ഭൂമി കളയുന്നത് പോലെ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചോളൂ. അതെങ്ങനെ ഇവിടെ പറയാൻ പറ്റും? ഇവിടെ ഇതല്ല 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 എന്ന് പറയാൻ വേണ്ടി ഓരോന്നിനെയും അപഗ്രഥിച്ച് മനസ്സിലാക്കിയിട്ട് സ്ഥൂലദൃഷ്ടിയ കാണപ്പെടുന്ന സ്ഥൂല ശരീരത്തെ അതിനെ ഒന്നുകൂടി സൂക്ഷ്മത്തിലേക്ക് മനസ്സിലാക്കി. ഏത്? അത് നമ്മൾ ഈ കാണപ്പെടുന്ന മജ്ജാസ്ഥി മാംസമലമൂത്രപാത്രമായ ദേഹമല്ല, അതിനപ്പുറത്ത് എന്തുണ്ട്? ഈ സംഘാതങ്ങളൊക്കെ ഉണ്ട്. ഏത്? പ്രാണാപാന സമാന വ്യാന ഉദാനം, അതേപോലെ സങ്കല്പ വികല്പാത്മകമായ മനസ്സ്, അതേപോലെ തന്നെ സ്ഥൂല സൂക്ഷ്മ കാരണം എന്നൊക്കെ വേർതിരിക്കപ്പെടുന്നത് നമുക്ക് ഒരു സ്ഥൂല ശരീരത്തെ മാത്രമേ അറിയുള്ളൂ. നമുക്ക് എന്താ ശരീരം എന്ന് ചോദിച്ചാൽ സ്ഥൂല ദൃഷ്ടികളൊക്കെ എന്തേ അറിയുള്ളൂ? ഇതന്നെ ശരീരം. അവിടെ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും മൂന്നുണ്ടെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് അതിനെയും തള്ളി എവിടെ വരെ പോകാൻ പറ്റും അവിടെയൊക്കെ വരെ പോയി. എന്നിട്ട് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ വേണ്ടേ? പഠിക്കണ്ടേ? പഠിക്കണം. കാരണം നമ്മൾ ഈ പോകുന്ന പോക്കില് ചിലപ്പോൾ സാധാരണ ഒരു തലത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റു തലത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്ത്? ഈ ആത്മാവ് വിട്ടുപോകുന്നു. അപ്പൊ ആത്മാവാണോ വിട്ടുപോണത്? സ്ഥാണുഹു അജലോയം സനാതനഃ എന്നൊക്കെ പറയുന്ന ആത്മലക്ഷണത്തെ ഗീതയിലാണ്, ഗീതയിൽ 2-ാം അധ്യായത്തിൽ. അപ്പോ അജലോയം സനാതനഃ. അപ്പൊ ആ സനാതനനായ ആ ഇളകാത്ത അങ്ങനെയുള്ള ആ ആത്മാവ് സർവഗതനായ സർവവ്യാപിയായ എല്ലായിടത്തുമുള്ള അങ്ങനെയുള്ള ആത്മാവിന് നമ്മൾ പരിമിതികൾ കൽപ്പിക്കാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ പരിമിതി കൽപ്പിച്ചു പോകുന്നു. അതാണ് പോകുന്നത്, അതാണ് വരുന്നത്, അതാണ് ശരീരത്തോട് ഒന്നിച്ച് അനുഭവിക്കുന്നത് എന്നൊക്കെ ധരിച്ചു പോകുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങളെയൊക്കെ തള്ളാൻ വേണ്ടി ഇത് ഇങ്ങനെയൊക്കെ അപഗ്രഥിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇനി ഇതും അല്ല ആത്മാവ്, ഇതൊക്കെ അന്യമാണ്. എന്നാൽ അന്യനമല്ല, അന്യനായ അന്യനാണ്. അന്യമാണ് ആദ്യം പഠിച്ചു, പിന്നെന്താ? അന്യനായ അന്യനാണ് അല്ലേ? അന്യനായ അന്യനാണ്. ഇതിനെ അറിഞ്ഞവരും അന്യനായ അന്യന്മാരാണ് അല്ലേ? അവരന്യരല്ലേ? അന്യരല്ലേ? സ്ഥൂല ദൃഷ്ടിയ ഈ ശരീരത്തിന്റെ വ്യാവഹാരിക തലത്തിൽ അവരന്യരല്ലേ നമുക്ക്? ഈ തത്വത്തെ അറിഞ്ഞവരും ആത്മബന്ധുക്കൾ എന്ന് നമ്മൾ പറയാം. ആത്മബന്ധു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന്റെ ദൃഷ്ടിയെ ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ല? അവിടെ മലയാളത്തിലാ പറഞ്ഞെന്ന് കൂട്ടിക്കോളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയല്ലേ, ഇപ്പോ ചിലർ പറയാറുണ്ട്, കാരണം വെച്ചാൽ എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഇവിടെ വേദാന്ത ഇതൊക്കെ പഠിക്കാൻ വന്നതാണ്, അതൊരു ബന്ധം. പിന്നെ എന്തിന്റെ പേരിലെ ബന്ധം? സ്ഥൂല ബന്ധമല്ല, സ്ഥൂല ശരീരത്തിന്റെ ബന്ധമല്ല. ആണോ? ആണോ? അല്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഈ ബ്രാഹ്മണ ബന്ധു എന്നൊക്കെ പറഞ്ഞെന്താ? ബ്രാഹ്മണ ബന്ധു പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് നടക്കുക, ബ്രാഹ്മണന്റെ ഒരു ധർമ്മങ്ങളും ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ളതിലാണ് സംസ്കൃതത്തിൽ ബ്രാഹ്മണ ബന്ധു എന്ന് പറയാം. അധ്യാപക ബന്ധു എന്ന് പറഞ്ഞാലോ, അധ്യാപകനാണെന്നും പറഞ്ഞ് നടക്കുക, അധ്യാപകന്റെ ഒരു വൃത്തിയില്ലാതെ
തീർത്തും വിപരീതമായിട്ട് നടക്കുക, അയാൾ അധ്യാപക ബന്ധു. അപ്പൊ സംസ്കൃതത്തിൽ ഇതിന് നേരെ വിപരീത അർത്ഥാട്ടോ, മലയാളത്തിലാ പറഞ്ഞത് കുട്ടികളും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അപ്പൊ അയാൾ അന്യനല്ലേ? നമ്മൾ സാധാരണ ഒരു പിറന്നാളോ അല്ലെങ്കിൽ അല്ലേ ലോകത്തിൽ വ്യവഹാരത്തിലുണ്ടാവുന്ന കല്യാണോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അയാളെ വിളിക്കുകയോ ഉണ്ടാവോ? എന്താ അഭിപ്രായം? ഉണ്ടാവോ? വിളിക്കോ? വിളിച്ചാൽ ചെല്ലോ? പ്രാധാന്യം കൊടുക്കുമോ? എന്താ അഭിപ്രായം? ഈ ലോകത്ത് നമ്മളെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ആരാ? ജീവനൊന്നും പറയാൻ വയ്യ. എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരവുമായുള്ള സംബന്ധമുള്ളവരാണ് അവർ. ഈ ശരീരം തന്നെ ഞാനല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളില്ല. അപ്പൊ അതുണ്ടെന്നുള്ള തരത്തിലാണല്ലോ ഈ ബന്ധുക്കളുള്ളത്. അപ്പൊ എത്ര ബന്ധുക്കളുണ്ടോ അത്രയും വരിഞ്ഞ് കെട്ടി മുറുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ട് തിരിയാൻ വയ്യ, ഇങ്ങോട്ട് തിരിയാൻ വയ്യ, അതെന്റെ ആ ബന്ധുവാണ്, ഇതെന്റെ ഈ ബന്ധുവാണ്, അങ്ങനെ പറഞ്ഞ് മുഴുവൻ വിളിക്കും വേണം, ക്ഷണിക്കും വേണം അല്ലേ? എന്ത് കാര്യം ഉണ്ടെങ്കിലും എത്ര ബന്ധുക്കളുണ്ടോ അത്രയും തിരിയാനും പറയാനും വയ്യ. ആ ബന്ധുക്കളുടെ എവിടെയെങ്കിലും വല്ല കല്യാണോ പിറന്നാളോ വല്ല മരണോ ഉണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടണം. കാരണം വേറെ എല്ലാം മാറ്റി വെക്കണം. കാരണം അത് ആ ബന്ധനത്തിൽ കിടക്കുകയാണ്. ബന്ധിച്ചവരല്ലേ ബന്ധുക്കള്. ആ ബന്ധുക്കളിൽ ഈ ബന്ധു വിടുവോ? നേരത്തെ പറഞ്ഞ ബന്ധു വിടുവോ? ഇല്ല. എന്തുകൊണ്ട്? അത് അന്യനാണ് അപ്പോ അല്ലെ? പക്ഷെ വാസ്തവത്തിൽ നമ്മുടെക്ക് എപ്പോഴും സർവഭാവേന എപ്പോഴും നമ്മൾക്ക് ഹിതം ഉപദേശിക്കുന്നത് ആരാ? ഹിതകാരിയായി നിലകൊള്ളുന്നത് ആരാ? മറ്റേയാൾ പായസം കഴിച്ച് പോയാലും അത് മധുരം കൂടിയെന്നോ അല്ലെങ്കിൽ കുറഞ്ഞുന്നോ അല്ലെങ്കിൽ ഉപ്പ് കൂടിയെന്നോ അല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവില്ലേ? നമ്മൾക്ക് ആപത്ത് സമയത്തുണ്ടാവുമോ? സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല അല്ലേ? ഇതൊക്കെ കോപ്പി എഴുതാൻ മാത്രമല്ലല്ലോ, ഇതൊക്കെ സത്യമല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യും? തള്ളി പറയില്ലേ? ആരാ നമ്മളെ തള്ളി പറയാത്തത്? ആരായിരിക്കും നമ്മളെ തള്ളി പറയാത്തത്? നമ്മൾ അവസാനത്തെ കള്ളിക്ക് ആരുടെ അടുത്തേക്കാ പോവുക? ഈശ്വരന്റെ അടുത്തേക്ക്. ഈശ്വരനൊക്കെ കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈശ്വരീയമായ കാര്യങ്ങള് ആണെങ്കിലും നമ്മള് എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, എന്തൊരു പ്രയാസങ്ങൾ ഉണ്ടാവട്ടെ, അവസാനം നമ്മൾ എവിടേക്കാ പോവുക? ബന്ധുക്കളുടെ അടുത്തേക്കോ? ഏത് ബന്ധുവിന്റെ അടുത്തേക്കാ പോവുക? ആലോചിച്ച് നോക്കൂ. അവര് നമ്മൾ എത്ര മഹാപരാധിയാണെങ്കിലും നമ്മളെ കൈയൊഴിയോ? കൈയൊഴിയും തോന്നുന്നു. ഒഴിയുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? മറ്റേ ബന്ധുവിന്റെ ഒരു കൂട്ടത്തിൽ പെട്ട ആൾ തന്നെയാണ്. ഒന്നും മനസ്സിലായില്ല. ഒരു ചിലപ്പോ സാമീപ്യം കൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ തീരും ഇല്ലേ? ഇല്ലെങ്കിൽ ഒരു വാക്ക് നിനക്കത് വേണം എന്ന് പറയുന്നവരായിരിക്കില്ല. അത് മറിച്ചെന്താ? സാരല്ല, കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ അത്. അപ്പൊ വാസ്തവത്തിൽ അയാൾ അന്യനാണോ? അനന്യനാണ്. അയാളെ അന്യനല്ലാത്തതുള്ളൂ. പറഞ്ഞു മനസ്സിലായി വിചാരിക്കും. മറ്റവരൊക്കെ അന്യന്മാരാ. എപ്പോ? അവസരം വരുമ്പോ അല്ലേ? ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് അനുസന്ധാനം ചെയ്താൽ മതി. അന്നത്തെ ക്ലാസ് കൂടാവും. വലിയ കുഴപ്പമാവൂലേ? വേറെ ആർക്കെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പലതും ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. അവര് തൃപ്തിപ്പെടട്ടെ, ഇവര് തൃപ്തിപ്പെടട്ടെ, നാട്ടുകാരൊക്കെ എന്തൊക്കെ വിചാരിക്കും ഇല്ലേ? ഞങ്ങള് ഗണപതി ഹോമത്തിന് ക്ഷണിച്ചു. നമ്മളെ ഗണപതി ഹോമത്തിന് മുമ്പ് വരണം എന്ന് പറഞ്ഞത്. ഗണപതി ഹോമം കഴിഞ്ഞിട്ട് വേഗം പോവാനുള്ളത് എടുക്കുക. എന്താ കാരണം എന്നറിയോ? അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കല്യാണത്തിന്. ഗണപതി ഹോമം നടത്തുന്നുണ്ട്, അത് കൂടിയിരിക്കലാണെങ്കിൽ അതും നടക്കുന്നുണ്ട്, വീട്ടിൽ കൂടലൊക്കെ ആണെങ്കിൽ അത് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്തെ ഇതാ വാക്ക്. എല്ലാവരും ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളായിട്ട് അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവില്ലേ? പറഞ്ഞു മനസ്സിലായില്ല? എന്നിട്ട് അവസാനം വരുമ്പോ എന്താവും? എന്നിട്ട് പോവുക എങ്ങോട്ട്? അത് അവസാനത്തെ കളിക്ക് അവിടേക്ക് തന്നെ പോണത്. പണിക്കനും കൈ ഒഴിയും അല്ലേ? പിന്നെ അവിടെ പോവാനും തോന്നില്ല. കാരണം അന്ധകരണം ആകെ മലിനമായിട്ടുണ്ടാവേ. പോവാനും തോന്നില്ല. പോയാൽ ഗുണം. അപ്പോഴും അവരെ കൈയൊഴിയൊന്നുമില്ല. ആര്? അനന്യൻ കൈയൊഴിയില്ല. നിനക്കൊക്കെ അത് വേണം, നീ അന്ന് അങ്ങനെ ചെയ്തിട്ടല്ലേ, നീ അനുഭവിച്ചോ എന്ന് അവർ പറയില്ല. പറഞ്ഞു മനസ്സിലായില്ല? ചിലപ്പോൾ മറ്റേയാൾ പറഞ്ഞേക്കാം, നിന്റെ കർമ്മഫലമല്ലേ, നീ അനുഭവിച്ചോ.
പക്ഷെ ഒരു തത്വജ്ഞാനി ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല. എന്താ? നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞില്ല. അറിയാം, അയാൾക്ക് സത്യം അറിയാം, ഞാൻ ചെയ്ത കർമ്മമല്ലോ അല്ലോ, അല്ലെങ്കിൽ ലോകം നിന്നോട് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടോ അല്ല നീ ദുഃഖിക്കുന്നത്, നീ എൻ്റെ അടുത്ത് വിലപിച്ചു വന്നത്. വാസ്തവത്തിൽ നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാണെന്ന് വ്യക്തമായി അറിയുന്ന ജ്ഞാനി ഒരിക്കലും നമ്മളെ കൈയൊഴിയുന്നില്ല. അല്ലേ? അങ്ങനെയല്ലേ? അല്ല, അയാൾക്കല്ലേ അറിയ ശരിക്ക്, മറ്റയാൾക്ക് അറിയില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞാൽ സദാ സർവഗതോപ്യാത്മാ സർവഗതോപി ആത്മാ അഭി ആത്മാ ന സർവത്രാവഭാസതേ. സർവവസ്തുക്കളിലും സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും എല്ലാ കാലത്തും എല്ലാ ദിക്കിലും പ്രകാശിക്കുന്നില്ല. പിന്നെയോ എല്ലാ കാലത്തും എല്ലാ ദിക്കിലും പ്രകാശിക്കുന്നില്ല, അനുഭവ വിഷയമാകുന്നില്ല. നിർമ്മലമായ കണ്ണാടി മുതലായവയിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് പോലെ ബുദ്ധിയിൽ മാത്രമേ അത് പ്രകാശിക്കുന്നുള്ളൂ, എല്ലായിടത്തും പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയെ അതിക്രമിക്കരുത്, ബുദ്ധിയെ ആശ്രയിക്കണം. നേരത്തെ പറഞ്ഞ കോശങ്ങളിൽ ഏതൊക്കെ കോശങ്ങളുണ്ട്? അന്നമയ കോശം. അന്നമയ കോശത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആത്മദർശനം സാധ്യമാകുമോ? ഇല്ല. അപ്പോഴേക്കും 5 കവറുണ്ട് അവിടെ. 5 കവറിന്റെ ഉള്ളിലൂടെ നോക്കി കാണുന്നുള്ളൂ. ഈ ട്യൂബ് ലൈറ്റിന് ഒരു 5 കറുത്ത വസ്ത്രം ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രകാശം. പ്രകാശം കിട്ടുമോ? ഉണ്ടാവൂലേ? ഉണ്ടാവില്ലേ? നല്ല കട്ടിയുള്ള കറുത്ത കവറ് കൊണ്ട്, കറുത്ത തുണി കൊണ്ട് അതിനെ മൂടിയിട്ട് എന്ത് ചെയ്തു? 5 കവർ കൊണ്ട് മൂടിയിട്ട്. എന്നാലും അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായ ഭാവം അതിനുണ്ടാവും, പ്രകാശം അത്രയും ശക്തി ആയതുകൊണ്ട്. ഒരാവരണം മാറ്റി, അന്നമയ കോശം മാറ്റി. ഇപ്പോഴെന്തുണ്ട്? പ്രാണമയ കോശമുണ്ട്. അപ്പോഴും ആ ആവരണം മാറ്റി, മനോമയ കോശമുണ്ട്, അതും മാറ്റി. ഇപ്പൊ എന്തുണ്ട്? വിജ്ഞാനമയ കോശമുണ്ട്. വിജ്ഞാനമയ കോശത്തെ മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? സ്വാനുഭവമായി. പക്ഷേ ഒരു പരിധി വരെ ഈ വിജ്ഞാനമയ കോശം എന്നുള്ള ആവരണം നിലനിൽക്കുമ്പോഴാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. അന്വേഷണവും അന്വേഷകനും അന്വേഷിച്ച് എത്തിച്ചേരുന്ന തലവും ത്രിപുടി നശിക്കുന്നു. എവിടെ? അവിടെ. ഞാനും ഇല്ലാതായി. അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ബുദ്ധിയെ ആശ്രയിക്കുന്നു. ഇത് തന്നെയല്ലേ ഈ ഒരു നമ്മുടെ ഉള്ളിലേക്ക് ഈ ആഴ്ന്നിറങ്ങല് ഒരു സ്ഥൂല ദൃഷ്ടിയ ഒരു ചിത്രം വരച്ചതുപോലെ. അപ്പൊ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നൊക്കെ പറയുന്ന സമയത്ത് അതിനു വേണ്ടി ആചാര്യന്മാരുണ്ടാക്കിയത്. ചുറ്റമ്പലത്തിന്റെ പുറത്ത് അന്നമയ കോശം, അതിന്റെ ചുറ്റമ്പലം എന്ന് പറയുന്നത് പ്രാണമയ കോശം, അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മനോമയ കോശം, അതിനുള്ളിലേക്ക് സോപാനസ്ഥാനത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ചെന്നിട്ട് വേണം കൈകൂപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ അതിക്രമിക്കുന്നില്ല, ആശ്രയിക്കുന്നേ ഉള്ളൂ. മറ്റതൊക്കെ അതിക്രമിക്കുകയാണ്. മറ്റതൊക്കെ അതായത് സ്ഥൂല ശരീരത്തിൽ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ കവറിനുള്ളിലൂടെ അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയുണ്ട്. അതുള്ളവരാണല്ലോ ചെല്ലുന്നത്. ക്രമേണ ആ ദീർഘദൃഷ്ടി എന്ത് ചെയ്തു? കുറച്ചൊരു ഹ്രസ്വദൃഷ്ടിയായി. ക്രമേണ പോയിട്ട് എന്ത് വെച്ചുന്നു? ബുദ്ധിയെ ആശ്രയിച്ചു. പടിയാറും കടന്നു. അല്ലേ? സോമസൂത്രം ലംഘയത്. മറ്റൊരു ഭാഗത്ത് സോമസൂത്രത്തെ ലംഘിക്കുന്നില്ല, ബുദ്ധി മറികടക്കുന്നില്ല, ബുദ്ധിയെ ആശ്രയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക സ്ഥിതി. ഇനി അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഉപാസനയുണ്ടോ? അതുമില്ല. ഉപാസകന്റെ പരമമായ തലം കഴിഞ്ഞു. പിന്നെന്താണ്? ഇനി ഉപാസനയില്ല. ഉപാസിക്കാൻ പറ്റുന്ന തലത്തിന്റെ ഏറ്റവും പരമമായ തലം ബുദ്ധിയെ ആശ്രയിക്കലാണ്. ഇവിടെയും പറഞ്ഞത് തന്നെയല്ലേ, ബുദ്ധിയെ ആശ്രയിക്കലല്ലേ. ഇനിയോ എൻ്റെ ബുദ്ധി പോയി, വ്യക്തി അതും പോയി. അത് പോയാൽ പിന്നെ പറച്ചിലില്ല, പിന്നെ പറയാൻ ഞാനില്ല. എപ്പോഴാണ് ആ തലം? അതിപ്പോഴല്ല, ഇപ്പോഴാവാം. എപ്പോ? പിന്നെ അതെ. അതുകൊണ്ട് നിർമ്മലമായ ബുദ്ധി എന്നവിടെ പറഞ്ഞിരിക്കുക. വാക്വ്യവഹാരമാണ് നിർമ്മലമായ ബുദ്ധി, യാതൊരു അഴുക്കുമില്ലാത്ത ബുദ്ധി. ആ ബുദ്ധി എന്തായിരിക്കും? അത് ഉറപ്പാണ്. എന്ത്? ഇതുവരെ ഞാൻ അറിഞ്ഞ എൻ്റെ ബുദ്ധി അല്ല. നിർമ്മലമാണെങ്കിൽ അതെൻ്റെ അല്ല. ഞാൻ ബുദ്ധി എന്ന് പറയോ? പറയില്ല. അവിടെ ബുദ്ധി വേറെ പറയേണ്ടതുമില്ല.
അവിടെ ഞാൻ എന്ന് പറയുന്നു. ആ ഞാൻ ആരായിരിക്കും? അതുകൊണ്ട് ഈശ്വര ധ്യാനം കൊണ്ടും ശമം ദമം തുടങ്ങിയ സാധനകളെ കൊണ്ടും പരിശുദ്ധമായി തീർന്ന ബുദ്ധി എങ്ങനെ ആ പരിശുദ്ധമാക്കി തീർത്ത ബുദ്ധി എങ്ങനെയാ? അത് പരിശ്രമിക്കാൻ വേണം. അത് കണ്ണാടി പോലെ നിർമ്മലമായി തീരുന്നു. പിന്നെയോ അതും പോകും. അതിന് പോയാൽ എന്തായി? ഇപ്പൊ കണ്ണാടിയിലും വിപരീത ദൃഷ്ടിയല്ലേ? കണ്ണാടിയാണല്ലോ സിസ്റ്റമായിരിക്കുന്നത്. അതിലും ഇടത്തെ ചെവി വലത്തെ ചെവി, ഇടത്തെ കവിള് വലത്തെ കവിള്, അങ്ങനെയൊക്കെയല്ലേ? വിപരീതല്ലേ? പക്ഷെ എന്നാലും വിശേഷ ബുദ്ധി കൊണ്ട് എന്താവാം? ഈ കാണപ്പെടുന്നതും എല്ലാം, ഈ കാണപ്പെടുന്ന എല്ലാം സൃഷ്ടിയും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഒക്കെ ആരാണ്? അങ്ങ് തന്നെയാണ്, വേറെ അല്ല. അപ്പൊ ഇതൊക്കെ ആരായി? അവിടെ തന്നെയാണ് എന്ന് മനസ്സിലായി. അവിടെ നിന്നാണെന്ന് പറയോ? ഇല്ല. എന്നാലും വ്യവഹാരത്തിലുണ്ട്. ആ വ്യവഹാരത്തിലുള്ള സമയത്ത് കണ്ണാടിയിൽ കാണുന്നത് പോലെ സിസ്റ്റമാണ്. ഇതിനു മുമ്പ് വെള്ളത്തിൽ കണ്ട പോലെയൊക്കെ കാണായിരുന്നു. വെള്ളത്തിൽ തന്നെ പലതരത്തിലുണ്ട്. മൂഢമായത് ആണെങ്കിൽ കലങ്ങി മറിഞ്ഞ വെള്ളം പോലെ അല്ലേ? ശാന്തമായ വെള്ളം, അതിൽ തന്നെ ഓളങ്ങളുള്ളത്, ഓളങ്ങളില്ലാത്തത്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയണത് ഇവിടെ എത്തിയത് കണ്ണാടിയിൽ കാണുന്നത് പോലെ. അപ്പൊ മനുഷ്യ ജന്മത്തിൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഈശ്വര ദർശനം, ആത്മദർശനം, എനിക്ക് എന്നെ കാണാം പരിശ്രമിക്കുന്നവർക്ക് മനുഷ്യജന്മത്തിൽ. ദേവന്മാർക്ക് കാണാൻ പറ്റില്ല. ദേവന്മാർക്ക് വെള്ളത്തിൽ കാണുന്നത് പോലെ കാണാം. ഏതാ വേണ്ടത്? സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. അതുകൊണ്ട് വരവ് പോക്കില്ല. എന്തുകൊണ്ട്? ദേവന്മാരെ പ്രാപിക്കാനല്ല വേദാന്തം പഠിക്കുന്നത്. പിന്നെന്തിനാ? വേദാന്തം പഠിക്കുന്നതിനല്ല. പിന്നെന്തിനാ? ദേവലോകത്ത് ലോകം എനിക്ക് വേണ്ട. ലോക്യത ദൃശ്യത അനേന ഇത് ലോകം, അത് മറ്റ് കുറച്ച് ഉയർന്ന തലമാണ്, ശരിയാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈശ്വര ദർശനം ഈ മനുഷ്യജന്മത്തിൽ കിട്ടുന്ന അത്ര പോലും ഇല്ല. അപ്പൊ ദേവന്മാർ പോലും സാമഗാനം ചെയ്യുകയാണ്. എന്ത്? ഒരു മനുഷ്യനായി പിറന്നിരുന്നെങ്കിൽ. എന്തിനു വേണ്ടി? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി. നമ്മളെന്ത് പറയുന്നു? നമ്മള് ദേവനായിരുന്നെങ്കിൽ. അപ്പോ ചോദ്യം, അപ്പൊ ദേവന്മാർക്ക് ഇപ്പൊ ആരാധനയൊന്നും വേണ്ടെന്നാണോ പറയണത്? ഈ ദൃഷ്ടി കൈ വന്നു കഴിഞ്ഞാൽ ദേവതാഭാവത്തിലൂടെ അന്ധക്കരണ ശുദ്ധിയർത്ഥം ജ്ഞാനമുൽപദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണ. സർവ്വദേവതാരാധനാ ക്രമത്തിലുള്ള സർവകർമ്മങ്ങളും ഈ മനോഭാവം ശരിയായി കഴിഞ്ഞാൽ അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാകുന്നു. അല്ലാതെ സ്വർഗപ്രാപ്തിക്ക് അല്ല. അതുവരെയോ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അത് വാസ്തവത്തിൽ എൻ്റെ മനുഷ്യത്വത്തിന് ഭൗതികമായ പരിണാമത്തിൽ കൂടുതൽ ശ്രേഷ്ഠനായ മനുഷ്യനെ ആക്കി തീർക്കുകയല്ല. ദേവനായാലും പിന്നെന്താ ഉള്ളത്? കൂടുതൽ സുഖ സൗകര്യങ്ങളെ. അത് ശരിയാ. സുഖാനുഭവത്തിന് നല്ലത് ആരാണ്? ദേവന്മാരാണ്. മനുഷ്യന്മാരെക്കാളും ദേവന്മാരാണ് ആര്? ദേവന്മാര്. പക്ഷേ ആത്മസാക്ഷാത്കാരത്തിനോ ഈശ്വര സാക്ഷാത്കാരത്തിനോ അപ്പോഴാണ് ശ്രുതി പറയുന്നത് നമ്മളോട്, ആകാശത്തെ തോലുപോലെ ചുരുട്ടി മടക്കാൻ കഴിയുന്ന കാലത്തു മാത്രമേ ഈശ്വര സാക്ഷാത്കാരം കൂടാതെ ജന്മനിവൃത്തി ദുഃഖനിവൃത്തി സാധ്യമാകൂ. ആകാശത്തെ ചുരുട്ടി മടക്കാൻ കഴിയുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ അതിനെങ്ങനെ ചുരുട്ടിമടക്കാൻ പറ്റും? ഒരിക്കലും കഴിയാത്തതാണ്. അതെ, മറ്റൊരു തലത്തിൽ അങ്ങനെയും പറയും. പക്ഷെ അത് കഴിയില്ലെന്നറിയാം. അതുപോലെ അങ്ങനെയുള്ള ഒരു കാലത്ത് കഴിയുമായിരിക്കാം വേറൊരു വഴി. അപ്പൊ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ദേവതാ സാക്ഷാത്കാരമല്ല. പിന്നെന്താണ്? പറഞ്ഞ മനസ്സിലായില്ല? ഈശ്വരൻ രണ്ടില്ല. ഉണ്ടെങ്കിൽ ആ ഈശ്വരനും ഉപരി മറ്റൊരു ഈശ്വരൻ കൂടിയേ തീരും. രണ്ടു കൂട്ടരുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന മറ്റൊരാളുണ്ടാവും. അയാളെ നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിക്കരുത്. ചോദിക്കുന്നുണ്ടെങ്കിൽ അയാളെ നിയന്ത്രിക്കുന്നത് കൂട്ടിക്കോളൂ.
ഈശ്വരൻ യത് കരോതി ഇത് ഈശ്വരൻ. ഈശ്വരൻ ചെയ്യുക എന്നുള്ള കർത്തൃത്വം ആരിലുണ്ടോ അയാളാണ് ഈശ്വരൻ. രണ്ട് കൂട്ടരെ നിയന്ത്രിക്കാൻ രണ്ടുപേരുണ്ടെങ്കിൽ ആ രണ്ടാളെയും നിയന്ത്രിക്കുന്ന മറ്റൊരാൾ കൂടിയേ തീരൂ. അപ്പൊ അയാൾ പരമേശ്വരനല്ല. പരമേശ്വരൻ എന്ന ശിവൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുതേ. എടുത്താലും കുഴപ്പമൊന്നുമില്ല, മംഗളസ്വരൂപം നിർത്താൻ മതി. അല്ലാതെ ദേവതാ തലത്തിലുള്ള പൗരാണിക തലത്തിലുള്ള ദേവതാ സങ്കല്പത്തിന് ഉപരി എത്തിയാലേ അത് പറയാൻ പറ്റൂ. വിഷ്ണു എടുത്തൂടെ? എടുക്കാം. ദേവേഷ്ടി സർവമിതം വിഷ്ണു, സർവ്വജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവൻ വിഷ്ണു എന്ന അർത്ഥത്തിൽ എടുക്കാം. അവിടെ പദം മാറും. അല്ലാതെ പൗരാണികമായ തലത്തിൽ പറയപ്പെടുന്ന ആ ശിവനെയും വിഷ്ണുവിനെയും എടുക്കരുത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ പരമേശ്വരൻ, ജഗതീശ്വരൻ എന്നൊക്കെ പറയാം. പറഞ്ഞൂടെ? ജഗതീശ്വരൻ എന്ന് പറയാം. ജഗത്ത് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനുപരിയ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകൃഷേണ പഞ്ചത്തും യാതൊന്നിനുണ്ടത് പ്രപഞ്ചം. ജഗത്ത് എന്ന് പറഞ്ഞാലോ ചലനാത്മകം. ജഗതീതി ജഗത്ത്, ചലിക്കുന്ന മൊത്തത്തിന് എല്ലാറ്റിനും ചലിക്കാത്തൊരടിസ്ഥാനം കൂടിയേ തീരൂ, അല്ലേ? അപ്പൊ ചലനം എന്നുള്ളത് ആപേക്ഷികമാണ്. നിരപേക്ഷമായിട്ട് എന്താണ് ചലനം എന്നൊന്ന് പറയാൻ പറ്റില്ല. എങ്കിലതുണ്ട്. ഓടുന്ന വാഹനങ്ങൾക്ക് ഓടാത്ത ഒരു പ്രതലം പോലെ, ഒരു റോഡ് പോലെ, അല്ലേ? അത് ഓടുന്നുണ്ടെങ്കിലോ അതേപോലെ അത് ഏതാ ചലനം? നമ്മൾ പഠിച്ചു. അസ്ഥി ജായതേ അല്ലേ? അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ. ചലനം അല്ലേ ഇത്? ഇനി ഭൗതിക വിധാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ജീവനുള്ളവ വളരുന്നു, ജീവനുള്ളവ മറ്റൊന്നായി തീരുന്നു, ജീവനുള്ളവ തളരുന്നു, തളരുന്നില്ലേ? ജീവനുള്ളവ ക്ഷയിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ? നശിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ജീവലക്ഷണങ്ങൾ പറയുന്നു. ശാസ്ത്രദൃഷ്ട്യ ഇങ്ങനെയും പറയുന്നു. ഏത്? അസ്ഥി, അയാളുണ്ട്. ജായതേ, ജനിച്ചു. പിന്നെയോ വർദ്ധതേ, വർദ്ധിക്കുന്നു, വേഗം വളരുന്നു കുട്ടി. വിപരിണമതേ, താടി മീശി മുളയ്ക്കുന്നു, വരുന്നു, മാറ്റം വരുന്നു, അപക്ഷീയതേ, ശോഷിക്കുന്നു. നശ്യതേ, അത് പോയിട്ടോ. ഇങ്ങനെയുള്ള ജീവലക്ഷണം അതും ചലനമല്ലേ? ഈ ചലനങ്ങൾക്കൊക്കെ ചലിക്കാത്തൊരടിസ്ഥാനം കൂടിയല്ലേ തീരൂ. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം എന്താണ്? ഒരു കോശത്തിൽ ഒരു ഞാൻ എന്ന പോലെ, ഒരു മർമ്മം പോലെ, അനേകം കോശങ്ങളുള്ള എന്നിൽ ഒരു ഞാൻ എന്ന പോലെ, അനേകം ഞാനുകൾ കൂടിച്ചേർന്ന, അനേകം വ്യക്തികൾ കൂടിച്ചേർന്ന ഒരു സമൂഹത്തിൽ ഒരു ഞാൻ എന്ന ഒരു വ്യക്തിത്വം പോലെ, ആ സമൂഹങ്ങൾ കൂടിച്ചേർന്ന ഒരു ലോകത്ത് അതിലൊരു ഞാൻ എന്ന പോലെ, അതിലുപരി ഒരു ജഗത്തിന് ഒരു ഞാനെന്ന്. ആ ജഗത്തിന്റെ ഞാനിനെ പറയുന്ന പേരാണെന്ത്? ജഗതീശ്വരൻ. അതിൽ കവിഞ്ഞൊന്നുമില്ല. ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത്. ഇത്രയേ ഉള്ളൂ. ശരി. അപ്പൊ ആത്മാവ് സദാ, ആ സദാ എന്നുള്ള വാക്കിടണം. സദാ, സർവദാ പോരെ? നമ്മൾ കൈകൂപ്പുമ്പോഴൊക്കെ അതിന് വിപരീത ചെയ്യുന്നത് കേട്ടോ. അത് ചെയ്യാം. ആ തരത്തിൽ ഇത് അറിഞ്ഞിട്ട് ചെയ്യണം. നല്ലതാ. ഈ പരമാർത്ഥത്തെ അറിഞ്ഞിട്ടേ, കൈകൂപ്പുമ്പോ ഞാൻ മൈനസ് ഈശ്വരൻ സർവ്വവ്യാപി. ഈശ്വരൻ സർവ്വവ്യാപി അല്ലേ? ഇതിലുള്ള ഒരാളെങ്കിലും തിരിച്ചു പറയില്ല ഈശ്വരൻ സർവ്വവ്യാപി അല്ല, അല്പവ്യാപിയാണെന്ന് ആരും പറയില്ല. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് ഇതാണ്. ഏത്? ഈശ്വരൻ ഈശ്വരൻ സർവ്വവ്യാപിയാണ്. അപ്പൊ അത് പഠിക്കാത്ത ഒരാൾ നമ്മളോട് ചോദിച്ചേക്കാം, സർവ്വവ്യാപിയാണെങ്കിൽ എന്തിനാ ക്ഷേത്രം? നമ്മൾ കാര്യം ചോർന്ന് കേൾക്കും. ശരിയല്ലേ ഇയാൾ പറഞ്ഞത്? അയാളെ ഒഴിവൊഴിവ് സിദ്ധാന്തമാണ്. പറഞ്ഞു മനസ്സിലായില്ല? ഞാൻ പറയും ഈശ്വരൻ സർവ്വവ്യാപിയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോവാത്തത്. ശരി, അങ്ങനെയാണെങ്കിൽ അയാളുടെ പെരുമാറ്റം എല്ലാവരോടും സർവ്വവ്യാപി എന്നുള്ള നിലയ്ക്കല്ല. പറഞ്ഞു മനസ്സിലായില്ല? അങ്ങനെയുള്ളൊരു സർവ്വവ്യാപിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? പക്ഷെ അതിൽ മാത്രം എന്തുണ്ട്? നീ എനിക്ക് പ്രിയപ്പെട്ടവൻ, നീ എനിക്ക് പ്രിയപ്പെടാത്തവൻ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഈ വേർതിരിവൊക്കെ ഉണ്ടാവും ചെയ്യും. എന്നിട്ട് ഈശ്വരൻ സർവ്വവ്യാപി. സർവ്വവ്യാപിയാണെങ്കിൽ ക്ഷേത്രത്തിലല്ല, എവിടെയുണ്ട്? എല്ലിലും ഇല്ലേ? എല്ലാറ്റിലും ഇല്ലേ? കാണുന്നതൊക്കെ തന്നെയല്ലേ കാണുന്നത്? അതിന്റെ അപ്പുറത്ത് എന്താ കാണാനുള്ളത്? പക്ഷെ ആ ഒരു ദൃഷ്ടി കൈവരാതെ എന്ത് ചെയ്യുന്നു? പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ? ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഇപ്പൊ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത്? ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഒരു വ്യത്യാസവും ഇല്ല.
അപ്പൊ പഠിച്ചത് എന്താ? ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് പറയുന്ന ആള് ഈശ്വരനെ കാണാൻ വേണ്ടി ആ ക്ഷേത്രത്തിൽ പോണത്. അപ്പൊ ഈശ്വരന് ചിലതൊക്കെ കൊടുക്കണം, ഈശ്വരൻ ചിലതൊക്കെ തരുന്ന ആളാണ്, കച്ചവടക്കാരനാണ് ഞാൻ, ആ തലത്തിലാണ് പോണത് അല്ലേ? അവിടെ അല്ലാത്ത സമയത്ത് എനിക്ക് എന്തും ചെയ്യാം, എന്ത് തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാം, അതിന്റെ പങ്ക് കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി, മുഴുവൻ പുണ്യമായി തീരും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇവിടെ അങ്ങനെയല്ല. എന്ത്? ഈശ്വരൻ സർവ്വവ്യാപിയാണ്, പക്ഷെ എനിക്ക് ഏകാഗ്രതയ്ക്കും അതിനൊരു സമാധാനത്തോടു കൂടി മറ്റു വ്യവഹാരം, മറ്റുള്ള ആളുകൾ അതാ വിശക്കുന്നുണ്ട്, അപ്പോഴേക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ കരയുന്നുണ്ട്, അതുകൊണ്ട് എന്തായി നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത്? അമ്മയ്ക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അടുക്കളയിൽ നിന്ന്, അപ്പോഴേക്കും എന്തായി? നാരായണം പോയി, ചട്ടിയിലും കലത്തിലുമായി. ഇങ്ങനെ അപ്പോഴേക്കും അവിടെ പോണം ഇവിടെ പോണം എന്നുള്ള വ്യവഹാരമായി. അല്ലെങ്കിൽ അപ്പുറത്ത് എന്ത് സംസാരം കേട്ടു, അപ്പോഴേക്കും അതായി. അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം തട്ടി മറിഞ്ഞു പോയി, അപ്പോഴേക്കും അങ്ങോട്ടായി. എന്തൊക്കെ കാരണങ്ങളാണോ അതൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല, ഒരേക ദൃഷ്ടിയിൽ എല്ലാവരും എല്ലാം മറന്ന് ഏകാഗ്രമാക്കാൻ ഈശ്വര തത്വത്തെ അറിയാനുള്ള അനുകൂലമായ സാഹചര്യത്തെ തേടുകയാണ് ഞാൻ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈശ്വരൻ അവിടെയുണ്ട് ഇവിടെയുണ്ട്, പക്ഷെ എനിക്കറിയാൻ വയ്യ. എനിക്കറിയണമെങ്കിൽ എന്ത് വേണം? ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഏകാഗ്രത എനിക്ക് വേണ്ടിയിരുന്നു. ഈശ്വരനല്ല, ഈശ്വരന് ഇപ്പൊ ഏകാഗ്രത നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. അവിടെയാണ് സൂചിദ്വാരത്തിലേക്ക് ആദ്യം പ്രവേശിക്കാതിരുന്ന നൂല്. എന്തുകൊണ്ട്? അങ്ങുമിങ്ങും ചിതറി നിൽക്കുന്ന തന്തുക്കള് ഇനി എന്ത് വേണം? ഒരു സ്നേഹത്തിന്റെ സഹായത്തോടു കൂടി, സ്നേഹം എന്ന് പറഞ്ഞാൽ അതെ, കൂട്ടിച്ചേർക്കുന്നത് പിണ്ഡീകരണ ഹേതു സ്നേഹം. അപ്പൊ അതിനെയൊക്കെ ആ അങ്ങുമിങ്ങും ചെതറിയോടുന്ന ആ ഇന്ദ്രിയ വൃത്തികൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, അതിൽ നിന്ന് അതിനെ എന്ത് ചെയ്തു? ഏകാഗ്രമാക്കി തീർത്ത് ആദ്യം പ്രവേശിക്കാതിരുന്ന നൂലിന്റെ അഗ്രം ഇപ്പൊ എന്തായി? ആ സൂചിദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ സൂക്ഷ്മമായ തത്വത്തെ അറിയാൻ അവിടെ സൂക്ഷ്മമാക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? എന്നെ ഞാൻ സൂക്ഷ്മമാക്കുന്നു, എന്റെ ചിന്തകളെ ഞാൻ സൂക്ഷ്മമാക്കുന്നു, അതിസൂക്ഷ്മമായിട്ടിരിക്കുന്നു. സ്ഥൂലമല്ല, സൂക്ഷ്മം. അപ്പൊ സൂക്ഷ്മമാക്കാൻ അതിനനുസരിച്ചുള്ള സൂക്ഷ്മമായതിനെ ഞാൻ പ്രാപിക്കുന്നു, അതിനാണ് എന്നുള്ള പരമാർത്ഥം അറിയുന്നു. ഇപ്പോഴാണ് ശരിക്കാവുന്നത്. എന്ത്? ശരിയായ ഉപാസനയാവുന്നത് അല്ലെ? ചിലർ പറയാറുണ്ട്, ഈ ഗീതയൊക്കെ പഠിക്കുന്ന സമയത്തേ 12ാം അധ്യായം ഭക്തിയോഗ എന്ന് പറയും. 12ാം അധ്യായം ഭക്തിയോഗ അല്ലേ ഭഗവത്ഗീതയില്? ആണ്. ഏത് ഭക്തി? ഈ ഭക്തിയാണോ നേരത്തെ പറഞ്ഞ ഭക്തിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അറിഞ്ഞിട്ട് പിന്നെ ഉപാസനയ്ക്ക് പോകുന്ന ആളാണോ, അതോ അറിയാതെ ആദ്യ ഉപാസനയ്ക്ക് പോകുന്ന ആളാ ഭക്തിയാണോ അവിടെ? ഭഗവത്ഗീതയിൽ 12ാം അധ്യായത്തിൽ ഏത് ഭക്തി അവിടുത്തെ? സംശയമില്ല, ഈ അറിഞ്ഞിട്ടുള്ളതാണ്. ബുദ്ധിതലത്തിലെ അറിഞ്ഞുള്ളൂ കേട്ടോ. അറിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ഉപാസന ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ ഉപനിഷത്ത് തത്വങ്ങളെ നമ്മൾ അറിഞ്ഞതിന് ശേഷം ഇനി പുരാണങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കൂ. അത് ആസ്വദിക്കാൻ പറ്റും, ശരിക്കും ആസ്വദിക്കാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, അതിന്റെ രസം ഉണ്ടല്ലോ, അതുണ്ടാവും. കരിമ്പിന്റെ കമ്പ്, അതെ, അതിന്റെ രസം ആസ്വദിക്കാൻ കഴിയില്ല. രസം ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. മറ്റെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ആദ്യം അതിലൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ മനുഷ്യന്മാര് സരസന്മാരാണ്, രസത്തെ ആഗ്രഹിക്കുന്നവരാണ്. ലോകത്തുനിന്ന് അതാണല്ലോ കിട്ടുക. സാരം രസം വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയഗോചരങ്ങളായ വസ്തുക്കളിൽ നിന്ന് അതിന്റെ രസത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഹ്യമായി ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ച അതിൽ നിന്ന് ആ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്നു? അതിന്റെ ആ സരസമായ ഭാഗം ഒക്കെ എടുക്കുന്നു. അത് കിട്ടാൻ അത് വേണ്ടല്ലോ, മറ്റൊന്നും കണക്ക് തന്നെയല്ലേ? പറഞ്ഞു മനസ്സിലായില്ല? അതിലും നമ്മള് ആ തരത്തിലാണ് പോകുന്നതെങ്കിൽ മറ്റു വിധത്തില് ആനന്ദത്തിന് പോയാലും എന്താ പ്രശ്നം? കള്ള് ഷോപ്പിലേക്ക് പോകുന്നു, ആനന്ദമല്ലേ? അതിന്റെ അത്ര ആനന്ദം ഉണ്ടാവും തോന്നില്ല അല്ലേ? അതിനൊരു കുറവുമില്ല. സർക്കാർ പറഞ്ഞു കേട്ടില്ലേ, ഈ പ്രാവശ്യം ഓണത്തിന് ഒരു കുറവുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ പറഞ്ഞു. അതെ, ആ കാര്യത്തിന് വേറെ എന്തിനു കുറവുണ്ടായാലും അതിനൊരു കുറവുണ്ടാവും. 24 കോടിയുടെ കൂടുതലാണ് 235 കോടി പ്രാവശ്യമുള്ളത്.
അപ്പൊ അത് കണക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും അപ്പൊ പറയണ ആനന്ദം അവിടെയൊക്കെ കിട്ടും. എല്ലാവരും ആനന്ദത്തിന് വേണ്ടിയാ പോണത്. ആ ആനന്ദത്തിനാണ് പോകുന്നതെങ്കിൽ കിട്ടും, ഇല്ലേ? പക്ഷെ പരമാർത്ഥം അറിഞ്ഞിട്ട് ഇനി ഇത് അറിഞ്ഞു വിചാരിച്ചിട്ട് പോവാതിരുന്നൂടെ? സംഗതി കുഴപ്പമാണ്. ബുദ്ധി പറഞ്ഞു വിചാരിച്ചിട്ട്, ബുദ്ധിപരമായിട്ട് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നാൽ എന്തുണ്ടാവും? ഗടിക്കാതാവും. ഇതൊക്കെ കേട്ടിട്ട് ഒരാള് ഈ എന്തെങ്കിലും മറ്റേ അയാളെന്ന് വെച്ചാല് പുല ഉണ്ടാകുന്ന സമയത്ത്, മരിച്ചിട്ട് പുല ഉണ്ടായ സമയത്ത് ഇയാൾ അമ്പലത്തിൽ കയറി ചെന്ന സമയത്ത് ഇയാൾക്ക് ആകെ സംഘർഷമാണ്. എന്താ സംഘർഷം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങോട്ട് കയറിയപ്പോഴാണ് ഇയാൾ ആലോചിക്കുന്നത് ഇവിടെയാണ് അയാളിപ്പത് അവിടെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു പുല, എന്ത് ഇതൊക്കെ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ഇയാൾ അറിഞ്ഞിരിക്കുക. പക്ഷെ കയറുന്ന സമയത്ത് കൊണ്ട് യോജിക്കുന്നില്ല. എന്ത് സംഗതി ഉറപ്പാണ്. അയാൾ ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ശുദ്ധികരണം നടത്തും വരും. കാരണം ആ സൂക്ഷ്മമായ അയാളുടെ ചിന്ത തരംഗങ്ങൾ അയാൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാ? അയാൾ ബുദ്ധി തലത്തിലേ അറിഞ്ഞിട്ടുള്ളൂ, സ്വാനുഭവത്തിൽ എത്തിയിട്ടില്ല. സ്വാനുഭവത്തിൽ വരാത്തതുകൊണ്ട് സംശയം ഉണ്ട്. അവിടെ സംശയം നീങ്ങിയിട്ടില്ല. സംശയാത്മാവിനശ്യതി. നേരത്തെ സംശയം ചോദിച്ചവർ നശിക്കുന്നു നല്ലട്ടോ അർത്ഥം. ഇവിടെയൊക്കെയാണ് അത് ഘടിപ്പിക്കേണ്ടത്. സംശയാത്മാവിനശ്യതി എന്നുള്ളതിന് ഇവിടെയാണ് ഘടിപ്പിക്കേണ്ടത്, അവിടെയല്ല. കാരണം അപ്പോ ഇയാൾ സംശയ ദൃഷ്ടിയെ പോയി അത് ചെയ്യാൻ പാടുണ്ടോ, അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ബുദ്ധിതലത്തിൽ അറിഞ്ഞിട്ട് നിർത്താനും ആയിട്ടില്ല. എന്നാണോ കമ്പക്കയറിട്ട് കെട്ടി വെച്ചാലും തെങ്ങിൻപെട്ട വേർപെട്ട് തന്നെ നിൽക്കുന്നത്, അതുപോലെ 1000 ആളുകൾ എന്നോട് പറഞ്ഞാലും എനിക്കില്ല, നടത്തുന്നവർ നടത്തിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല, തിരിച്ചുകൊണ്ട് ഒന്നിനാലും ബാധിക്കപ്പെടാതെ ഇരിക്കാൻ കഴിയോ? എങ്കിൽ നല്ലതാണ്. ഇല്ലാതെ ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വ്യാവഹാരിക ലോകം എന്നിൽ ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പാകായിട്ടില്ല. ഇത് ആർക്കേ അറിയൂ? ഇതാർക്കറിയാം? ആർക്കതറിയാം? ഞാൻ ബുദ്ധിതലത്തിലാണോ അറിഞ്ഞത് അതോ സ്വാനുഭവം ആയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? വാസ്തവം പറഞ്ഞ എനിക്കെന്നെ അറിയൂ, വേറൊരാൾക്കും അറിയില്ല. മറ്റുള്ളവരൊക്കെ വേണമെങ്കിൽ നമുക്ക് പറ്റിക്കാം, അല്ലേ? ഇല്ലേ? ഗുരുനാഥൻ അറിയുമായിരിക്കാം. പക്ഷേ വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കേ അറിയൂ? എന്റെ മനസ്സ് സംഘർഷപൂരിതമാണോ അല്ലയോ എന്നുള്ളത് മറ്റാരെക്കാളും അറിയുക ആർക്കാണ്? എനിക്കാണ്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും. അപ്പൊ മനസാക്ഷി വിരുദ്ധമായ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ മതി. സംഗതി മനസ്സിലായല്ലോ? എങ്കിൽ എന്തായി? അയാൾ എന്ത് ചെയ്യുന്നുവോ അത് നല്ലതിനായി തീരും. മനസാക്ഷി പറയുകയാണോ എങ്കിൽ ചെയ്യരുത്. ഇതേ പറഞ്ഞതിന് താല്പര്യമുള്ളേ മനസ്സിലാക്കാവൂ. മനസ്സ് പറയുന്നതിനനുസരിച്ച് ചെയ്യരുത്. മനസ്സ് മറ്റയാൾ പറയുന്നതിനനുസരിച്ച്, ബുദ്ധിതരത്തിൽ അറിഞ്ഞ തലത്തിൽ മനസ്സ് പറയും എന്ത്, ഞാനാരാന്നറിയോ, എനിക്കിതൊന്നും ബാധകല്ല. സംഗതി കുഴപ്പം. ചില സന്ദർഭങ്ങളിൽ മറ്റയാൾ തിരിച്ചും പറയും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഒരു കുരങ്ങന്റെ മാതിരിയാണതേ. ഒരു കൊമ്പത്ത് കാണുമ്പോൾ മറ്റൊരു കൊമ്പത്തേക്ക് ചാടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ആ കുരങ്ങന്റെ തലത്തിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഇപ്പോ ആ കേട്ടതിനനുസരിച്ച് പറഞ്ഞാൽ നാളെ കുഴങ്ങുന്നത് ഞാനായിരിക്കും. അഥവാ അപ്പോ പ്രശ്നങ്ങളാവും. അപ്പൊ പിന്നെ വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? മനസാക്ഷി വിരുദ്ധമായ പ്രവൃത്തി മനസാക്ഷി പറയണം. എന്ത്? അരുത്, അരുത്, അരുത്. മനസാക്ഷി ചെയ്തോളൂ, ചെയ്തോളൂ, ചെയ്തോളൂ. ആ മനസാക്ഷിയെ ഉണർത്താം. അപ്പൊ ആരാണ് ആ മനസാക്ഷി? മനസ്സിനും ബുദ്ധിക്കും സാക്ഷിയായിരിക്കുന്നത് ആരോ അയാൾ തന്നെയാണ് ആ സാക്ഷി. ആ സാക്ഷി എവിടെ? പുറത്തല്ല കേട്ടോ, അകത്ത്. ഏതായാലും അവിടെയാണ് ഏത് ഈ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവേണ്ടത്. ദേഹം മുതലായവയും ഈ ശരീരത്തിൽ ഈ നിർമ്മലമായ ബുദ്ധിയിലും ഒക്കെ തെളിയേണ്ടത് ഇതാണ്. ഇത് നിർമ്മലമാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് വേണം. ഇനി ഇതിന്റെ ഒരു ഭാവം മാറി വരികയാണ്.
ദേഹേന്ദ്രിയല്ലേ? ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം തദ്വൃത്തി സാക്ഷിണം വിദ്യാത് ആത്മാനം രാജവത്സദാ. മുമ്പുള്ളതിന് പറഞ്ഞു, എന്നാൽ ചൊല്ലിയൊന്നും അറിയില്ല, പറഞ്ഞു. സദാ സർവഗതോപി ആത്മാ ന സർവത്ര അവഭാസത. അതിന് ശേഷം ഉണ്ടോ? ഇല്ല. അതിന് അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞു. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം തദ്വൃത്തി സാക്ഷിണം വിദ്യാത് ആത്മാനം രാജവത് സദാ. ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, മൂലപ്രകൃതി ഇവയിൽ നിന്ന് വിലക്ഷണനായ അഥവാ ഭിന്നനായ ആത്മാവിനെ രാജാവിനെ പോലെ ശരീരേന്ദ്രിയാദികളുടെ വ്യാപാരങ്ങൾക്ക് സാക്ഷി മാത്രനായിട്ട് എല്ലായ്പ്പോഴും അറിയേണ്ടതാകുന്നു. അത് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ മനസ്സിലായില്ല? സാക്ഷി മാത്രനായിട്ട് അറിയേണ്ടത് ആര്? രാജാവിനെ പോലെ, മന്ത്രിയെ പോലെയല്ല, പ്രധാനമന്ത്രിയെ പോലെയല്ല. എന്തുകൊണ്ട്? രാജാവ് ഉള്ള കാലത്തോളം മന്ത്രിയെ മാറ്റാം, മാറ്റിക്കൂടെ? അങ്ങനെയല്ലേ ചെസ് കളിയില്? അങ്ങനെയാണ് അല്ലേ? അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ രാജാവ് മാറിയാലോ? അതുകൊണ്ട് രാജാവുള്ള കാലത്തോളം, രാജാവ് രാജാവായിട്ടിരിക്കുന്ന കാലത്തോളം ബാക്കിയൊക്കെ എന്താണ്? മന്ത്രിമാരാണ്. അതുകൊണ്ട് ഈ മന്ത്രിവിദ്യ അറിഞ്ഞാൽ പോരാ, ഈ രാജവിദ്യ അറിയണം. ഈ രാജാവിനെ അറിഞ്ഞിരിക്കണം, രാജാവായിട്ടിരിക്കണം. അതാരാണ്? അതിതാണ് ഏത്? മനസ്സിനും ബുദ്ധിക്കും സാക്ഷിയായ മനസാക്ഷി എന്നാണ് ഇതിനെ പറയുക. വാസ്തവത്തിൽ അന്ധകരണത്തിനും സാക്ഷിയാണ്. അതെ, എല്ലാവർക്കും സാക്ഷിയാണ്. ഇനി അതിനും പരമായ വേറെ സാക്ഷിയില്ല. ആ സാക്ഷിയെ രാജാവായിട്ട് അറിഞ്ഞാൽ ആരാണ് നമ്മളെ ഭരിക്കുന്ന രാജാവ്? അഥവാ രഞ്ജിപ്പിക്കുന്നത് ആരാ? നമ്മൾ ആനന്ദിപ്പിക്കുന്നത് ആരാ? ആ ആനന്ദമയ കോശത്തിനും ഉള്ളിൽ രാജാവായിട്ട് നമ്മളെ, അല്ലേ, നമ്മളെയൊക്കെ നോക്കി നടത്തുന്ന, എല്ലാറ്റിനെയും നോക്കി നടത്തുന്ന അതാണ്. ആ രാജാവിന്റെ അടുത്തേക്ക് എത്താനുള്ള രാജപാതയാണ് ഈ പറഞ്ഞതൊക്കെ. വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ പോവാട്ടോ. രാജാവിന് പോണ വഴി അതൊക്കെ. രാജാവിന് പോണ്ട വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് രാജാവിന് പോകേണ്ടതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? വഴിയൊക്കെ നല്ലതിനാക്കി തീർക്കും, നന്നാക്കി തീർക്കും അല്ലേ? ഈ വഴിയൊക്കെ നന്നാക്കി തീർക്കും. ചെവി, കണ്ണും, നാക്കും, മൂക്കും, തൊക്കും ഒക്കെ അല്ലേ? ഇതൊക്കെ അവിടുത്തെ വഴിയാ. ഇപ്പൊ അതിനല്ല, ഇപ്പൊ വേറെ പലതും കാണാനാ പോണത്. മന്ത്രിമാരെയും പരിവാരങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാ പോണത്. രാജാവിനടുത്തേക്ക് പോകാനുള്ള വഴിയാണ്, രാജാവ് സഞ്ചരിക്കുന്ന വഴിയാണ്. അതാണ് വലിയൊരു ഗുണം. അതുകൊണ്ട് അതിനെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? രാജാവിനെ പോലെ അതിനെ മുറുക്കി പിടിച്ചാൽ മതി. ആ ഒരു പോയിന്റ് മാത്രം എടുത്താൽ മതി. രാജാവിനെ പോലെ തന്റെ കീഴിലുള്ള മന്ത്രിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും വ്യാപാരങ്ങളെ സാക്ഷി മാത്രനായിരുന്നു കൊണ്ട് രാജാവ് വീക്ഷിക്കുന്നത് പോലെ. അതേ സമയത്ത് അദ്ദേഹം സർവാധിപതി എന്ന നിലയിൽ അയാൾ സ്വതന്ത്രനാണ്. അതുകൊണ്ട് ചിന്തിക്കണം, രാജാവ് വല്ലതും ചെയ്യുന്നുണ്ട്? പക്ഷേ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതൊക്കെ ആരുടേതാണ്? അയാളാണ് എല്ലാം ചെയ്യുന്നത്. ഇന്ന് അയാളെല്ലാം ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, സാക്ഷി മാത്രനായിട്ട് ചെയ്യുക. അതുകൊണ്ട് അയാൾ സ്വതന്ത്രനാണ്, സർവതന്ത്ര സ്വതന്ത്രനാണ്. അയാൾ പ്രജകളിൽ നിന്ന് ഭിന്നനുമായിട്ട് വർത്തിക്കുന്നു. പ്രജകൾ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ പറയുന്ന ആ സാക്ഷി ഉണ്ടല്ലോ, അയാൾ മനുഷ്യന്മാർക്ക് മാത്രമൊന്നല്ല. പ്രജ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃഷ്ടേന ജായതേ ഇത് ഈ പ്രജ. നല്ലതുപോലെ ജനിച്ചവര് നല്ലതുപോലെ ജനിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മരിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ജനിച്ചതല്ലേ ഇന്ന കാലത്ത്, അല്ലേ? ഇന്ന ആളുടെ മകനായി ജനിച്ചതല്ലേ? അതുകൊണ്ട് ജനിച്ചു എന്നുള്ളതുള്ളൂ. നല്ലതുപോലെ, അല്ലേ? നന്നായിട്ട് ജനിച്ചതല്ലേ, കാണപ്പെടുന്നതല്ലേ? അതുകൊണ്ട് ജനിച്ചെന്ന് ഉറപ്പല്ലേ? അല്ല, സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഈ ജനിച്ചതൊക്കെ പ്രജാപതി. ആരാ പ്രജാപതി? സർവപ്രജകളുടെയും മതി. അതിനെന്താ പേരിട്ട് വിളിച്ചോളൂ. എന്ത് പേര് വിളിച്ചാലും ഇവിടെ തർക്കമില്ല.
ബ്രഹ്മാവ് എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല, പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. പ്രജാപതി ആരാ? സർവ്വ പ്രജകളുടെയും പതി. അത് നമ്മളെ ദൃഷ്ടിയാ എന്ത് വേണമെങ്കിലും വിളിക്കാം അല്ലേ? പ്രജാപതി ആരാ ചോദിക്കാം. അതുകൊണ്ട് അതുപോലെ ശരീരം, ഇന്ദ്രിയം മുതലായവയുടെ വ്യാപാരങ്ങൾക്ക് ആത്മാവ് സാക്ഷിയായി വർത്തിക്കുന്നു. അതേ സമയത്ത് സ്വയം സച്ചിദാനന്ദ സ്വരൂപനാകയാൽ അവയിൽ നിന്നെല്ലാം ഭിന്നനുമാകുന്നു. സ്വയം സച്ചിദാനന്ദം, സച്ചിത് ആനന്ദം. സത്താണ്, അതുകൊണ്ട് തന്നെ ചിത്താണ്. സത്തായതുകൊണ്ടാ ചിത്തായത്. സത്തായിട്ടൊന്നുമില്ലെങ്കിൽ സത് പ്രീതി ജനിക്കുമോ? ചിന്താരഹിതമായുള്ളിൽ വാഴും ഹൃദയമാണത്. സ്ഥിതി അയനം അന്ധക്കരണം. അതിനുമുള്ളിൽ സാക്ഷിയായി വർത്തിക്കുന്ന ആ സത്ത് ഉള്ളത് കൊണ്ടാണ് ബാക്കിയൊക്കെ പ്രകാശിച്ചത്. അതുകൊണ്ടാണ് ഇത് ചിത്തായത്, ഇത് പ്രകാശിച്ചത്. കണ്ണ് പ്രകാശിക്കുന്നത്, ഈ വാക്ക് അല്ലേ, വാക്ശക്തി പ്രകടമാവുന്നത് ഒക്കെ അവിടെ നിന്നാണ്. അതില്ലെങ്കിൽ ഇല്ല. ഇതെപ്പോഴും ഓർമ്മിക്കുന്നു. എപ്പോഴും ഓർമ്മിച്ചാൽ നല്ലത്, ഓർമ്മിച്ചില്ലെങ്കിലും നല്ലത് ഇല്ലേ? ഓർമ്മിച്ചാൽ എന്തുണ്ടാവും? എപ്പോഴും ആ ഓർമ്മ ഉണ്ടാവും, നമ്മളെ വരക്കാനുണ്ടാവില്ല. അങ്ങനെ ആ സാക്ഷി എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഓരോന്നും ആജ്ഞാപിക്കുന്നു. എന്നാൽ ആജ്ഞാപിക്കുന്നുണ്ടോ? ഇല്ല. ആജ്ഞാപിക്കുന്നത് പോലെ അയാളെ ഭയപ്പെട്ടുകൊണ്ട് അല്ലേ ഇതൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വയം ആനന്ദചിത്തനായിട്ടിരിക്കുന്നു. ഞാനും എന്റെയും ഇല്ല. ഞാനും എന്റെയും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനന്ദം എന്താ? ഇത് കുറച്ചല്പം ചിന്തിച്ചാൽ മതി. അപ്പൊ രാജാവായി. ഇന്നത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ആ വ്യവഹാരത്തിലുള്ള രാജാവല്ല, അയാൾക്ക് ചിലപ്പോൾ പല കൊല്ലാപ്പും ഉണ്ടാവും. പക്ഷെ ഇവിടെ രാജാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് അധികാരങ്ങളുണ്ടെങ്കിലും ഈ അധികാരങ്ങളിൽ നിന്നെല്ലാം ഭിന്നനായി നോക്കിക്കാണുന്ന ഒരാൾക്ക്, അതാണ് കുളത്തൂരാശ്രമത്തിലേക്ക് ചെന്ന സമയത്ത് 2 കുട്ടികളെ കൊണ്ട് വല്ലാപ്പായിട്ട് ചെന്ന അച്ഛനമ്മമാരോട് സ്വാമിജി ഒരിക്കലും പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് 2 എണ്ണത്തിനെ കൊണ്ട് വല്ലാപ്പ്. അവിടെയോ എണ്ണം കുറേ ഉണ്ട്. ഈ എൻ്റെ എന്ന് പറയുമ്പോഴേക്ക് ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, ഇവരൊക്കെ എന്നെ ആശ്രയിച്ചിട്ടല്ലേ. അപ്പോഴേക്കും കൂടി, അപ്പൊ ഇത് ക്ഷീണിച്ചു നമ്മൾ അല്ലേ. ഇനി എന്തൊക്കെ ചെയ്യണേ ഈശ്വരാ, അറിയില്ലല്ലോ, ഇവരൊക്കെ ഒരു വഴിക്ക് എത്തിക്കണ്ടേ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക സ്ഥിതി. ആ ഭാരം ഒന്ന് നോക്കൂ. പിന്നെന്താ ഉള്ളത്? ഒരു ഭാരവും ഇല്ല. അതെന്താ? അപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ, ചെയ്യാതിരിക്കുന്നില്ല. പിന്നെന്താ? ഇതൊക്കെ ഒരു ചേരുംപടിയുടെ ചേർച്ചയുടെ ഭാഗമായിട്ട് ഒരു നിമിത്തമായി. അതിൽ കവിഞ്ഞ് എനിക്കൊരു റോളും ഇതിലില്ല എന്നറിഞ്ഞിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഭാരമില്ല, നല്ല ഭാരം അവിടെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ സ്ഥിതി. അത് ചിന്തിച്ചാൽ തന്നെ എത്ര സുഖം. അത് അവിടെയല്ല, നമ്മളെല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചാൽ, അത് അവിടെ ചിന്തിച്ചിട്ട് വലിയ കാര്യം നമുക്കില്ല അല്ലേ. നമ്മൾ തന്നെ ഓരോരുത്തരും ചിന്തിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ എൻ്റെ ഇത്രയും കാലം നമ്മൾ ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, നാളെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നലകളിൽ ചിന്തിച്ചതുപോലെയാണോ ഇന്ന് വന്നത്? ഞാൻ ഇന്നലകളിൽ ചിന്തിച്ചുറപ്പിച്ചതിന്റെ ഫലമായിട്ടാണോ ഇന്നുള്ളത്? എന്നാ ശരിയാ, നല്ലതാ. നാളുകളിൽ ചിന്തിച്ചുറപ്പിച്ചിരുന്നോളൂ, അപ്പൊ ഇന്നില്ലാതാവും. ഇവിടെ പ്രകരണം മാറ്റരുതേ, ഇവിടെ പ്രകരണം മാറ്റരുതേ, ഇവിടെ പ്രകരണം മാറ്റരുതേ. പറഞ്ഞു മനസ്സിലായല്ലോ. ഇവിടെ പ്രാരബ്ധം, സഞ്ചിതം, ആഗാമികം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. അത് സത്യം തന്നെ, അത് ഓർമ്മ ഉണ്ടല്ലോ. അത് ഓർമ്മ ഉണ്ടായ ഒരു പ്രശ്നമില്ല. വാസ്തവത്തിൽ ഇന്നലകളിൽ ഞാൻ ചിന്തിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ആണോ ഒന്നിപ്പോ ഇവിടെ വന്നിരുന്നത്? കഴിഞ്ഞ നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നിട്ടില്ല അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളേക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇന്നില്ലാതാക്കിയാൽ മതി. ഇന്നില്ലാതാക്കുക, ഇന്ന് ജീവിക്കുന്നില്ല, വർത്തമാനത്തിൽ കഴിയണോ? എന്തേ വഴിയുള്ളൂ? അടിമയാവണമെന്ന് പറഞ്ഞിട്ടില്ല. കലങ്ങി മറിയരുത്, ആകെ കൂടി പറയാൻ അതേ ഉള്ളൂ. ഈ വ്യവഹാരവും പരമാർത്ഥവും തമ്മിൽ കൂട്ടിച്ചേർക്കരുത്. അവിടെയാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്കൊക്കെ തെറ്റുപറ്റുന്നത്. അവിടെയാണ്.
കാരണം പാരമാർത്ഥിക ചിന്തയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വ്യവഹാരത്തിലുള്ളതിൽ ഘടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ സംഗതി ആകെ കുഴങ്ങും. എവിടെ എത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആകെ കലങ്ങും, ഉത്തരം കിട്ടില്ല. പറഞ്ഞത് വേദാന്ത പ്രകരണം എടുക്കുന്ന സമയത്ത് വേദാന്തം ഇവിടെ അന്നമയകോശവും പ്രാണമയകോശവും മനോമയകോശത്തിനെ കുറിച്ച് വിസ്തരിക്കാനല്ല അതെടുത്തത്. സഞ്ചിതവും ആഗാമിയും പ്രാരബ്ധവും ചർച്ച ചെയ്യാനല്ല അവിടെ എടുത്തത്, അതിനെ തള്ളാനാണ്. ഇത് നമ്മൾ മറക്കണം. പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു. ശരീരത്തിന്റെ പ്രാരബ്ധ വെച്ചാൽ ഇന്നലകളെ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് അത് അനുഭവിക്കുന്ന സമയത്ത് തന്നെ പറക്കുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് ആഗാമികത്തെ ഞാൻ വരിച്ചു വെച്ചു. അതിന്റെ കർമ്മഫലമായിട്ട് ഇന്ന് വീണ്ടും എന്ത് വന്നു, അതിൽ സഞ്ചീനെടുത്ത് ചെലവാക്കി, അത് ചെയ്യിക്കുന്നതിനൊപ്പം വീണ്ടും വാങ്ങി വെച്ചു. അത് ഇവിടെ കൂട്ടരുത്. ഇവിടെ അതിനെ തള്ളാൻ വേണ്ടിയാണ് സ്വീകരിച്ചത്, കൊള്ളാനല്ല. പറഞ്ഞു മനസ്സിലായില്ല? അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആത്മപ്രകരണമാണ്. പറഞ്ഞു മനസ്സിലായില്ല? അതൊക്കെ സത്യമാണ്, അത് അവിടെ സത്യമാണ്. അല്ല, ഇതിലെല്ലാം സംശയമുണ്ടോ? ഇത് മനസ്സിലാവാത്തുണ്ടോ? എന്തെങ്കിലും തീർത്തിട്ട് പോണേ. ഇത് നല്ലൊരു പ്രകരണ ഗ്രന്ഥമാണ്, ആത്മബോധവും തത്വബോധവും. പക്ഷെ ഇതിവിടെ നമ്മൾ ആ ശരീരത്തെ അനലൈസ് ചെയ്യുന്ന സ്ഥലമല്ല ഇത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ അതൊക്കെ കഴിഞ്ഞു. ഇവിടെ ആത്മാനുസന്ധാനമാണ്. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ ഒപ്പം പോണത്, ഒപ്പം പോയില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്, പാറേക്കാലായി. ഇത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ചെയ്യാം. ഇതിവിടെ സാക്ഷിനെ പറ്റി പറയുന്ന സമയത്ത് മറ്റയാൾ പറയരുത്, രാജാവിനെ പറ്റി പറയുന്ന സമയത്ത് മന്ത്രിയെ പറ്റി പറയരുത്, എടുത്തിടരുത്, മിണ്ടിപ്പോയത്. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, രാജാവ് വാസ്തവത്തിൽ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് രാജാവ് വരെയൊക്കെ നിയന്ത്രിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷെ രാജാവിന്റെ ദൃഷ്ടിയാൽ രാജാവ് ആരെയും ഒന്നിനും നിയന്ത്രിക്കുന്നില്ല. അവിടെ എങ്ങനെ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മാവ് പലതും ചെയ്യുന്നുണ്ടെന്ന് വരുമല്ലോ. പറഞ്ഞു മനസ്സിലായില്ല? ഇവിടെ ഇതിനെയൊക്കെ മാറ്റി, അന്വയ വ്യതിരേകേണ മാറ്റാൻ വേണ്ടി സ്വീകരിച്ചു. കാരണം നമ്മൾ സ്ഥൂല ദൃക്കുകളായതുകൊണ്ട്, സ്ഥൂല ദൃഷ്ടിയ ഈ കാണുന്നത് തന്നെയാണ് ആത്മാ എന്നുള്ള ധാരണ തിരുത്താൻ വേണ്ടി ഇതല്ല 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 എന്ന് പറഞ്ഞു. ഇനി ഏതുവരെ പോകാമോ അതിനെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായി വേർതിരിച്ചു. എന്നിട്ട് അതിന് ഓരോന്നിനും നീക്കി അവസാനം എന്ത് ചെയ്യുന്നു? സാക്ഷിനെ കൊണ്ടുവന്നു. സാക്ഷിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് സാക്ഷിക്ക് വേറൊരാളും സഹായം വേണ്ട. സാക്ഷിയെ സംബന്ധിച്ച് നാളെയില്ല, ഒട്ട് ഇന്നലെയും ഇല്ല, ഇന്നേ ഉള്ളൂ. ഇപ്പോ അത് പറയുന്ന നിമിഷം മാറിക്കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലായില്ല? ശരി, തൽക്കാലം ഉപസംഹരിക്കും. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.